നമസ്കാരം, ഞാൻ ഡോക്ടർ എൻല മേരി ജോബ്സൺ. ഒരു മധ്യവയസ്സിന് ശേഷം പുരുഷന്മാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്ട്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഈ പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്ലാൻഡാണ്, അതായത് ഒരു ഗ്രന്ഥിയാണ്. ഇത് നിങ്ങളുടെ യൂറിനറി ബ്ലാഡറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, റീപ്രൊഡക്ഷൻ കാര്യങ്ങളിലാണെങ്കിലും യൂറിനേഷൻ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഈ പ്രോസ്ട്രേറ്റിന് വളരെ വലിയൊരു റോൾ ഉണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നതിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി കുറേ റോളുകൾ ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഇഷ്യൂസ് ആണ് ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അതായത് ബേനിങ്, പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, അതുപോലെ തന്നെ പ്രോസ്റ്റാറ്റിസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് സ്റ്റോൺസുകൾ. അപ്പോൾ കൂടുതലായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് യൂറിനേഷന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുക. ഇനി യൂറിൻ പാസ് ചെയ്യാൻ പോയാൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, കറക്റ്റായിട്ട് ആ ഒരു യൂറിൻ ഫ്ലോ ഇല്ലാത്ത ഒരു അവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് അത് സ്റ്റോപ്പ് ആവുക. ഇനി അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണെങ്കിലും അതിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു യൂറിൻ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള കുറച്ച് തോന്നലുകൾ, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന കുറച്ച് ലക്ഷണങ്ങൾ. അത് മാത്രമല്ല, ഇവർക്ക് പെട്ടെന്നായിരിക്കും ഇവർക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള തോന്നലുകൾ വരിക. അവർക്ക് ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി യൂറിൻ പാസ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ലപോലെ വേദന എടുക്കുക, പലപ്പോഴും ആ ഒരു പെൽവിക് റീജിയനിൽ അടിവയറ് ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ വേദനിക്കുക. ഇത് റിലേറ്റഡ് ആയിട്ട് ലോവർ ബാക്ക് പെയിൻ, അതായത് നിങ്ങളുടെ നടുവേദന കാര്യങ്ങളൊക്കെ വരികയും ഈവൻ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയും വരുന്നുണ്ട്. പലപ്പോഴും ഒരു മധ്യവയസ്സ് മുതൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അത് മാത്രമല്ല, കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തില്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ വളരെയധികം കൂടുതലാവുകയും ഇവർക്ക് വളരെയധികം ഡെയിലി ലൈഫിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, കൂടുതലും പ്രായമായിട്ടുള്ള പുരുഷന്മാരെയാണ് ഇത് നന്നായിട്ട് ബാധിക്കുക. കാരണം നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുന്നുണ്ട്. പയ്യെ ആ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ലെവലുകളൊക്കെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും. അത് കാരണം ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷനുകൾ റിലേറ്റഡ് ആയിട്ടും ഇത് വരാം. പിന്നെ ഒബേസിറ്റി, അമിത വണ്ണമായിരിക്കാം. ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, കറക്റ്റായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ വളരെയധികം സ്ട്രെസ്സുകൾ റിലേറ്റഡ് ആണെങ്കിലും ഈ ഒരു സിംറ്റംസ് വളരെയധികം കൂടാനായിട്ട് ചാൻസുകളുണ്ട്. പിന്നെ ജെനറ്റിക് ആയിട്ട്, അതായത് നിങ്ങളുടെ പാരൻസ് കാര്യങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ജെനറ്റിക് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഡയബറ്റീസ് ഉള്ളവരിലാണെങ്കിലും ഈ പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഇനി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്? ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക. ഫിസിക്കൽ ആക്ടിവിറ്റി റെഗുലറായിട്ട്, അതായത് എക്സസൈസുകൾ കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനാണെങ്കിലും യൂറിൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് നല്ലപോലെ കുറയ്ക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അമിത വണ്ണമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നോർമൽ വെയിറ്റിലേക്ക് വരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന ടൈമിൽ മാക്സിമം വെള്ളം കുടിക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ ഉറക്കത്തിനെയും ബാധിക്കും. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഉറങ്ങുമ്പോൾ തന്നെ പല പ്രാവശ്യം എഴുന്നേറ്റ് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നലുകൾ ഉണ്ടാക്കും. ആ സമയത്താണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്ലാഡർ ഇറിറ്റൻസ്, നോർമലി നമ്മുടെ കഫെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകളാണെങ്കിലും ആൽക്കഹോൾ, ഒരുപാട് എരിവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഇതിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഈ ലക്ഷണങ്ങൾ വളരെയധികം കൂട്ടാനാണെങ്കിലും ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടും ഹെൽപ്പും കൂടി ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ വേദന കാര്യങ്ങൾക്ക് കോൾഡ് പാക്ക് വെക്കുമ്പോൾ ആ ഒരു വേദന കുറയ്ക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്? മെയിനായിട്ട് പംകിൻ സീഡ് ആണെങ്കിലും അതുപോലെ തന്നെ മഞ്ഞൾ, ക്രാൻബെറി കാര്യങ്ങളൊക്കെ ഇതിന് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിറ്റമിൻ ഡി കുറവാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടി ഒന്നില്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക, അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊണ്ട് വിറ്റമിൻ ഡി മാക്സിമം കൂട്ടാനായിട്ട് ശ്രമിക്കുക. വിറ്റമിൻ ഡിക്ക് ഏറ്റവും ബെസ്റ്റ് സോഴ്സാണ് സൂര്യപ്രകാശം. നമുക്ക് ഭക്ഷണങ്ങളിൽ കിട്ടുമെങ്കിലും ഒരുപാട് കിട്ടുന്നത് ഈ സൂര്യപ്രകാശത്തിൽ നിന്നാണ്. പിന്നെ വിറ്റമിൻ ഇ ആണെങ്കിലും വിറ്റമിൻ കെ, സിങ്ക്, സെലേനിയം, ബി വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഇത് നല്ലപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലവർഗ്ഗങ്ങൾ, ഓറഞ്ച് കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് കിട്ടുന്നതാണ്.
പിന്നെ നല്ലപോലെ നട്ട്സ്, സീഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും വീഡിയോസിലെ കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് എത്രത്തോളം റേഷ്യോ അല്ലെങ്കിൽ എത്രത്തോളം രീതിയിലാണ് ഡെയിലി കഴിക്കേണ്ടത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സ് സൈനിങ് ഓഫ്.